ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. SFIക്കാർ അദ്ദേഹത്തിൻ്റെ വാഹനം തടയുകയും കരിങ്കുടി കാണിക്കച്ചു. അവരുടെ ഒരു അനുഷ്ഠാന കലയാണ് ഈ കരിങ്കുടി കാണിക്കൽ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഗവർണർ ഇങ്ങനെ പോകുന്ന സ്ഥലത്തേക്ക് ഇവർ പിന്തുടർന്ന് കരിങ്കുടി കാണിക്കുന്നുണ്ട്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. മുഖ്യമന്ത്രിയെ കരിങ്കുടി കാണിക്കുന്നവർക്ക് കിട്ടുന്ന പോലെയുള്ള സ്വീകരണം ഗവർണറെ കരിങ്കുടി കാണിച്ചാൽ കിട്ടുകയില്ല എന്നുള്ളതുകൊണ്ട് ഞാനെന്താ അതിൽ ചെയ്യാൻ പറ്റുക? ഇതിപ്പോൾ എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും? വരുന്നിടത്ത് കാണാം, അത്രയല്ലേ, മറ്റൊന്നും പറയാൻ പറ്റും. അപ്പോഴാണ് ഗവർണർക്ക് യാതൊരു ആരോഗ്യ പ്രശ്നമില്ലെന്ന് നമുക്ക് ബോധ്യമായത്. ഗവർണർ ഉടനെ തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഒരു കുരട്ടി പലകയിട്ട് അതുമിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ. തീ പിടിക്കുന്ന വെയിലത്ത് ഇദ്ദേഹം കുരണ്ടി പലകെട്ടിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഗവർണർക്ക് ആരോഗ്യപരമായി യാതൊരു പ്രശ്നമില്ല. അങ്ങനെയൊക്കെ വഴിയില്ല. പ്രശ്നമുള്ളത് ഇവിടെ വേറെ ചില ആൾക്കാരുടെ മാനസികാവസ്ഥയ്ക്കാണ്. ചിലരെയൊക്കെ തലക്ക് തളം വെക്കേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെന്തോ ആവട്ടെ, അത് അവരുടെ പാർട്ടിയും അവരും ചെയ്ത് തീരുമാനിക്കുക, അവരുടെ കുടുംബക്കാരും ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ്. നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ മെന്റലാണെന്ന് തോന്നണ്ടായോ? ഒരിക്കലില്ല. അത് തനിക്ക് വിവരമില്ലാഞ്ഞിട്ടാ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സുരക്ഷ, അദ്ദേഹത്തിന് ഈ കാശ്മീർ ഗവർണർക്ക് മറ്റുമൊക്കെയുള്ള രീതിയിൽ Z+ കാറ്റഗറിയിലുള്ള സുരക്ഷ ഉറപ്പാക്കി. അതിൽ കമാൻഡോസും ഉണ്ട്. പ്രധാന ചുമതല CRPF-നാണ്. ഇവരുടെ അടിക്ക് യാതൊരു ഭയവുമില്ല. വല്ല വർഗീയ കലാപമൊക്കെ ഉണ്ടാകുമ്പോൾ, സാമുദായിക സംഘർഷം ഉണ്ടാകുമ്പോൾ CRP വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ലഹളക്കാരുടെ പൊടി പോലും കാണുകയില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ, നീ ഒന്നും ചെയ്യണ്ട. കാരണം ഇവരുടെ അടിയെന്ന് വെച്ചാൽ ഒരു ഭയമില്ലാത്ത അടിയാണ്. വീക്കാൻ്റെ ഭാഷ പറഞ്ഞാൽ തിരൂർ, താനൂർ, പരപ്പനങ്ങാടി വഴി അടിയോട് അടിയായിരിക്കും. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട് കേട്ടാ. അപ്പോൾ SFIക്കാർക്ക് സമര വീര്യമുണ്ടെങ്കിൽ, അവർ യഥാർത്ഥത്തിൽ ചെഗുവേരയുടെ പിന്മുറക്കാരാണെങ്കിൽ, അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഗവർണർക്ക് അടുത്ത ജില്ലയിൽ ചെല്ലുമ്പോൾ കരിങ്കുടി കാണിക്കുക, കാറ് തടയുക, ബാക്കി കാര്യം CRPF-കാർ കാണിച്ചു തരും. അയ്യോ, അങ്ങനെ മാത്രം പറയരുതേ, എനിക്ക് ഭയങ്കര പേടിയാ. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. കൂടെ കമാൻഡോസും ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രക്തസാക്ഷി കുടുംബസഹായ ഫണ്ട് പിരിക്കാനുള്ള അവസരം കൂടി കൈവരും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഗവർണർ തടയുന്നവർക്ക് നല്ലൊരു അവസരമാണ് കൈവന്നിട്ടുള്ളത്. SFIക്കാരുടെ വിപ്ലവ പാരമ്പര്യം തെരുവീഥികളിൽ പൂത്തുലയട്ടെ. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?